ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരില്ല എന്ന പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് തെളിയിക്കാൻ ദേവസ്വം ബോർഡിന് എന്നും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും BJPയുടെ നേതാവും മുൻ VCയും ഒക്കെ. ഹൈക്കോടതി കൊണ്ടുവന്ന ഭരണ നിരീക്ഷണ സംവിധാനവും പരാജയപ്പെട്ടുവെന്ന് ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ ആരോപിക്കുന്നു. ദേവസ്വം ഭരണതലത്തിലെ ക്രമക്കേടുകൾ, കെടുകാര്യസ്ഥതകൾ, അഴിമതി, സ്വജനപക്ഷപാതം എന്നിവയെല്ലാം ദുസ്സഹമായി തുടങ്ങിയപ്പോഴാണ് കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടു തുടങ്ങിയത്. 2006 മുതൽ ദേവസ്വം ഭരണത്തിൽ, വിശേഷിച്ച് ശബരിമല ഭരണത്തിൽ കോടതി നിരീക്ഷണം കർശനമാക്കുകയുണ്ടായി. എന്നിട്ടും ശബരിമല ഭരണത്തിൽ കാതലായ ഒരു മാറ്റവും ഉണ്ടായില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക സ്വർണ്ണാഭരണ മോഷണ വിവാദം. ശ്രീകോവിലിന്റെ മുന്നിലെ ദ്വാരപാലക വിഗ്രഹത്തെ സ്വർണത്തിൽ പൊതിഞ്ഞുകൊടുത്തത് വിജയ് മല്യ എന്ന കള്ള് കച്ചവടക്കാരനാണ്. ടിയാൻ ഇന്ത്യ സർക്കാർ ബാങ്കുകളിൽ നിന്നും ഏതാനും 1000 കോടികൾ വെട്ടിച്ചുകൊണ്ട് വിദേശത്തേക്ക് കടന്നു. കക്ഷി ഇപ്പോൾ പിടികിട്ടാപ്പുള്ളിയായി വിദേശത്ത് കഴിയുകയാണ്. വിജയ് മല്യ 38 കിലോഗ്രാം സ്വർണം കൊണ്ടാണ് ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക വിഗ്രഹത്തെ ഉണ്ടാക്കി നൽകിയത് എന്നാണ് അന്നത്തെ പത്രങ്ങളിൽ വലിയ വാർത്തയായി വന്നിരുന്നത്. എന്നാൽ ദേവസ്വം രജിസ്റ്ററിൽ ഈ സ്വർണം രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ മല്യ നൽകിയ സ്വർണ്ണ വിഗ്രഹം സ്വർണ്ണപാളികൾ കൊണ്ട് പൊതിഞ്ഞ ചെമ്പ് വിഗ്രഹം എന്ന പേരിൽ ദേവസ്വം രജിസ്റ്ററിൽ കയറിപ്പറ്റി എന്നും കേൾക്കുന്നു. കാരായ്മക്കാരുടെ മായാവിലാസം. അപ്പോഴും ചെമ്പിന്റെയും സ്വർണത്തിന്റെയും വേർതിരിച്ച കൃത്യം കണക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ദേവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാനായി രൂപം കൊണ്ടതാണ് ദേവസ്വം ബോർഡ്. ഒരു പ്രസിഡന്റും 2 അംഗങ്ങളുമുണ്ട്. അവരുടെ നേതൃത്വത്തിൽ കമ്മീഷണർമാർ ഉൾപ്പെടുന്ന ഒരു വൻ ഭരണ സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നു. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരില്ല എന്ന പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് തെളിയിക്കാൻ ദേവസ്വം ബോർഡിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നക്കികളുടെ ധിക്കാരം സഹിക്കവയ്യാതായപ്പോഴാണ് ഒരു ജില്ലാ ജഡ്ജിയെ സൂപ്പർ കമ്മീഷണറായി കോടതി ശബരിമലയിൽ നിയമിച്ചത്. മാത്രമല്ല, അവിടെ എന്ത് ചെയ്യണമെങ്കിലും കോടതിയുടെ അനുവാദം വേണമെന്ന വ്യവസ്ഥയുമുണ്ട്. എന്നിട്ടും ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കുന്നവരുടെ എണ്ണം കുറഞ്ഞില്ല എന്നതാണ് വസ്തുത. സ്വാമി ശരണം. മാത്രമല്ല, ആരെന്തു പറഞ്ഞാലും തങ്ങൾക്ക് ഇഷ്ടമുള്ളതേ ചെയ്യൂ എന്ന വാശിയിലാണ് ഭരണക്കാർ. സ്വർണപാളികൾ കൊണ്ട് പൊതിഞ്ഞ ചെമ്പ് വിഗ്രഹം വീണ്ടും സ്വർണം പൂശണമെന്ന് തോന്നിയത് ആർക്കാണ് എന്നറിയില്ല. ദ്വാരപാലകരെ സ്വർണം പൂശി തിളക്കണമെന്ന് ഒരു ദിവസം പൊടുന്നനെ ഒരു പൂശാരിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിക്കുന്നു. പോറ്റിക്ക് ഉൾവിളി ഉണ്ടായി എന്ന് പറയുന്നതാകാം കൂടുതൽ ശരി. ഉടൻ തന്നെ നിഷ്കളങ്കരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം പോറ്റിയെ പ്രശംസിച്ച് ശരണം വിളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പോറ്റി ദ്വാരപാലകന്മാരെ പൊളിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നു. സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുമ്പോൾ തൂക്കം ശരിയാവുന്നില്ല. അപ്പോൾ വിശാല ഹൃദയനായ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു, വിഗ്രഹത്തിന്റെ ഇരിപ്പിടങ്ങൾ കാണുന്നില്ല, അതെവിടെയോ നഷ്ടപ്പെട്ടു. ആര് എങ്ങനെ നഷ്ടപ്പെടുത്തി എന്ന് തനിക്കറിയില്ല എന്നും കൂടി പറയുന്നു. അയ്യപ്പ നിയോഗം അനുസരിച്ചാണ് സ്വർണ്ണത്തകിടിനെ വീണ്ടും സ്വർണം പൂശാൻ താൻ തീരുമാനിച്ചത്. പൂശിക്കഴിഞ്ഞപ്പോൾ തൂക്കത്തിൽ എങ്ങനെ കുറവുണ്ടായി എന്ന് താൻ വിസ്മയിച്ചു. അപ്പോഴാണ് കാണാതായ ഇരിപ്പിടത്തിന്റെ കാര്യം ശ്രദ്ധയിൽ വന്നത്. എന്തൊരു നിഷ്കളങ്കത! സ്വർണം പൂശുകാരനായാൽ ഇങ്ങനെ തന്നെ വേണം. ഇരിപ്പിടങ്ങളെ കുറിച്ചുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരിപ്പിടങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നു. ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങൾ എന്നല്ലാതെ എന്തു പറയാൻ. സ്വസഹോദരിയുടെ വീട്ടിൽ ഇതെങ്ങനെ എത്തി എന്ന് പോറ്റിക്കറിയില്ല. ദേവസ്വം ഭരണക്കാർക്കും അറിയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ എന്നിവരോടൊപ്പം ഉദ്യോഗസ്ഥരും സ്വർണം പൂശൽ ആരോപണത്തിൽ സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. എന്നാലും അവരെല്ലാം അവരുടെ നിഷ്കളങ്കത ഇതിനകം തന്നെ വെളിവാക്കി കഴിഞ്ഞു. എല്ലാം വെളിവാകട്ടെ എന്നാണ് അവരും പറയുന്നത്. ആരോപണങ്ങൾ ഉയരുമെന്നതല്ലാതെ ദേവസ്വം സ്വത്ത് വെട്ടിപ്പിൽ കാര്യമായി ആരും ശിക്ഷിക്കപ്പെടാറില്ല. കേരള ഹൈക്കോടതിയാണെങ്കിൽ ദേവസ്വം കേസുകൾ കേൾക്കുന്നതിന് വേണ്ടി ഒരു ബെഞ്ച് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഓരോ സന്ദർഭത്തിലും കാര്യമായ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ഭരണ സമ്പ്രദായം പരാജയമാണ് എന്ന് കണ്ടതിനെ തുടർന്ന് ഒരു ജില്ലാ ജഡ്ജിയെ സ്പെഷ്യൽ കമ്മീഷണറായും ഹൈക്കോടതി നിയമിച്ചിട്ടുണ്ട്. 2016 ജൂലൈ 29 ജില്ലാ സ്പെഷ്യൽ ജഡ്ജ് MM മനോജിനെ സ്പെഷ്യൽ കമ്മീഷണറായി ഹൈക്കോടതി തന്നെ നിയമിക്കുകയുണ്ടായി. ഇപ്പോൾ ജില്ലാ ജഡ്ജ് ജോൺ സെബാസ്റ്റ്യനാണ് ആ പദവിയിലെന്നറിയുന്നു. എന്തായാലും അവരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഭരണം നടക്കുന്നത്. എന്നിട്ടും സ്വർണം ആവിയായി പോകുകയാണ്. കോടതി ഉത്തരവുകളും നിയമവും ചട്ടങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായും കാര്യക്ഷമമായും നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ മുഖ്യ കടമ. ക്ഷേത്രഭരണം, ഊരാൺമയും കാരായ്മയും ഫലപ്രദമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം ക്രമക്കേടുകൾ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യാനും സ്പെഷ്യൽ കമ്മീഷണർ ബാധ്യസ്ഥനാണ്. മാത്രമല്ല, ക്ഷേത്ര സ്വത്തുക്കളുടെ ദുരുപയോഗം തടയാനും ഈ ഉദ്യോഗസ്ഥന് നിയമപരമായ ബാധ്യതയുണ്ട്. ഇതിനു പുറമെയാണ് ജസ്റ്റിസ് TR രാമൻ നായരെയും ജസ്റ്റിസ് KT ശങ്കറിനെയും ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനും നിരീക്ഷിക്കാനും ഹൈക്കോടതിക്ക് ഓരോ കാര്യത്തിനായി നിയമിക്കേണ്ടി വരുന്നത്. ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും വിജയ് മല്യ നൽകിയ സ്വർണം എങ്ങനെയാണ് ആവിയായി പോയത്? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ദിവസം അവിടെ എത്തി എങ്ങനെയാണ് സ്വർണ്ണപ്പാളി പൊതിഞ്ഞ ചെമ്പ് തകിടുകൾ ഊരിക്കൊണ്ടുപോയത്?
സത്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ അവതാരമാണ്? അത്രയേറെ സ്വാതന്ത്ര്യം ഈ പോറ്റിക്ക് അവിടെ ആരാണ് നൽകിയത്? എന്തുകൊണ്ടാണ് വിഗ്രഹങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന് കാണിച്ച് ദേവസ്വം ബോർഡ് ഉത്തരവ് ഇറക്കിയത്? വിജയ് മല്യ നൽകിയ സ്വർണത്തിന്റെ കണക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത് ചെമ്പാണോ സ്വർണമാണോ എന്ന് തിരിച്ചറിയാൻ ഇനി ഒരു രേഖയുമില്ല എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഊരിക്കൊണ്ടുപോയതിൽ കുറെ ഭാഗം ശബരിമലയിൽ തിരിച്ചെത്തിയിട്ടുമില്ല. ആ തൊണ്ടി മുതൽ പോറ്റിയുടെ സഹോദരി ഭവനത്തിലാണ് കണ്ടെത്തിയത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെന്ത് ദേവസ്വം ഭരണമെന്ന് ആരും ചോദിച്ചു പോകും. ഹൈക്കോടതി നേരിട്ട് നിയമിച്ച സൂപ്പർ കമ്മീഷണറും ഇതൊന്നും എന്തുകൊണ്ടാണ് അറിയാതിരുന്നത്? ഹൈക്കോടതി കൊണ്ടുവന്ന ഭരണ നിരീക്ഷണ സംവിധാനവും പരാജയപ്പെട്ടു എന്നാണോ ഇതിനർത്ഥം? ഡോക്ടർ KS രാധാകൃഷ്ണൻ ചോദിക്കുകയാണ്. ആരുണ്ട് മറുപടി പറയാൻ? കാരണഭൂതമേ, താങ്കളെങ്കിലും ഇതിന് മറുപടി പറയണം.